സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആരെടുക്കൽ നിന്നാണ് ഈ ബഹുമാനം വാങ്ങേണ്ടത്? അതും ഹബീബ് നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിച്ചു. നിങ്ങളുടെ ഭാര്യമാരോട് ഏറ്റവും നല്ല സൽസ്വഭാവമുള്ളവരാകണം നിങ്ങൾ. കുടുംബങ്ങളോട് ഏറ്റവും നല്ല സൽസ്വഭാവമുള്ളവരാകണം നിങ്ങൾ. എന്തുകൊണ്ട്? നാട്ടുകാരോടുള്ള ബഹുമാനം ശരിയില്ലെങ്കിൽ നാട്ടുകാർ ഇത് അച്ചങ്ങ് ശരിയാക്കും അല്ലേ? കമ്മിറ്റിയിൽ വന്നിട്ട് ആവശ്യമില്ലാത്ത പറഞ്ഞാൽ, കമ്മിറ്റിയിൽ വന്നിട്ട് ആവശ്യമില്ലാതെ തെറി വിളിച്ചാൽ, കമ്മിറ്റിയിൽ വന്നിട്ട് മറ്റുള്ളവനെ ഇകയറ്റിയാൽ കമ്മിറ്റിയുള്ള ബാക്കിയുള്ളവർ വെറുതെ വിടുവോ? ഇല്ല. അതുകൊണ്ട് തന്നെ കമ്മിറ്റിയുള്ള ആളുകളോട് നിങ്ങളുടെ സ്വഭാവം നന്നാക്കണം എന്നല്ല പറഞ്ഞത്. അവിടെ നന്നാക്കണ്ടെന്നല്ല കേട്ടോ, അവരോട് സ്വഭാവം നന്നാക്കണം, അത് മറ്റൊരു വിഷയമാണ്. പക്ഷേ ഏറ്റവും കൂടുതൽ മനുഷ്യൻ ശ്രദ്ധ ചെലുത്തേണ്ടത് അവരുമായി കുടുംബ ബന്ധമുള്ളവരോടുള്ള സ്വഭാവമാണ്, അവരെ ആശ്രയിച്ച് ജീവിക്കുന്നവരോടുള്ള സ്വഭാവമാണ്. ആ സ്വഭാവം നിങ്ങൾ നന്നാക്കിയാൽ ഏറ്റവും അഫ്ളലായ അമൽ ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ നിങ്ങൾ ഉൾപ്പെട്ടുപോയി. അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരസ്പരം അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടുള്ള ജീവിതത്തിൽ സമ്പാദിക്കാൻ സാധിക്കണം. ഭാര്യമാരെ സംബന്ധിച്ചിടത്തോളം അവര് വീട്ടിൽ തന്നെയാണ് എപ്പോഴും അല്ലെ? അവര് വീട്ടിന്റെ പുറത്തു പോകൽ വളരെ അപൂർവമാണ്. അതുകൊണ്ട് തന്നെ നമ്മളെ വീട്ടിലേക്ക് ചെല്ലുമ്പോ അവർക്ക് നമ്മളെ കൂടെ പുറത്തു പോകണം എന്നുള്ള ചിന്തയേ ഉണ്ടാവുള്ളൂ. അതുപോലെ നമ്മൾ പുറത്തു പോയാൽ നമ്മൾ എവിടെയാ പോയത് എന്ന് അവർക്കറിയണം, എപ്പോഴാണ് തിരിച്ചെത്തൽ എന്നറിയണം, പോയിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞാൽ എവിടെയാ എത്തിയത് എന്നറിയണം, ആരാ കൂടെ ഉള്ളത് എന്നറിയണം, എന്തൊക്കെയാ ചെയ്യുന്നത് എന്നറിയണം. അവരിങ്ങനെ വിളിച്ചുകൊണ്ടേയിരിക്കും. അവ നമ്മൾ വെറുപ്പിടിക്കുന്നവരാകരുത്, അവരോട് നല്ല സൽസ്വഭാവത്തോടെ പെരുമാറാൻ കഴിയണം. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ മറ്റൊരു ഹദീസിൽ കാണാം, നീ യഥാർത്ഥത്തിലുള്ള മുഅ്മിനാകണമെങ്കിൽ നിന്റെ ജീവിതത്തിൽ നീ എന്താണോ താല്പര്യപ്പെടുന്നത് അത് നീ മറ്റുള്ളവന്റെ ജീവിതത്തിലും താല്പര്യപ്പെടുമ്പോഴാണ് നീ പരിപൂർണ്ണ മുഅ്മിനാകുന്നത്. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിനെന്ത് വേണം? അവരുടെ ഇഷ്ടങ്ങളെയും കൂടി പരിഗണിക്കാൻ നമുക്ക് സാധിക്കണം. അപ്പൊ മൊയ്ലിയാരെ, അങ്ങനെ ടൂർ പോകാൻ പറ്റുമോ? അങ്ങനെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് എവിടെങ്കിലും പോകാൻ പറ്റുമോ? വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുമോ? ഇസ്ലാം ഒരിക്കലും പെണ്ണ് എന്ന് പറയുന്നത് വീട്ടിൽ നിന്ന് ഒരു നിലക്കും പുറത്തിറങ്ങാൻ പറ്റാത്ത ജീവിയാണ് എന്ന് ഇസ്ലാം പറഞ്ഞിട്ടില്ല. ഒരു നിലക്കും പുറത്തു പോകാൻ പാടില്ലാത്ത ജീവിയാണ് പെണ്ണ് എന്ന് ഇസ്ലാം പറഞ്ഞിട്ടില്ല. അതൊക്കെ ഇസ്ലാമിന്റെ പേരിലുള്ള ആരോപണങ്ങളാണ്. അങ്ങനെ പല ആരോപണങ്ങളുണ്ട് അല്ലെ? മതമുള്ളവനും ഇല്ലാത്തവനും ഇവിടെ വിവാഹം കഴിക്കുന്നില്ലേ? ഉണ്ട്. വിവാഹം കഴിച്ചിട്ട് അവൻ ഒഴിവാക്കുന്നില്ലേ? ഉണ്ട്. അതിന്റെ പേരെന്താ? അതിനെന്തോ പേരവനെന്തോ ഇടട്ടെ. യഥാർത്ഥത്തിൽ എന്താണ് സംഭവം? അതിന്റെ പേരാ ഇസ്ലാമിന് തൊലാക്ക് എന്ന് പറയുന്നത് അല്ലേ? വിവാഹം കഴിക്കുന്ന ചില ആളുകളെ വർത്താനം കേട്ടാ തോന്നും നിങ്ങളോട് നിക്കാഹ് കഴിക്കൂ എന്ന് പറഞ്ഞതുപോലെ നിങ്ങൾക്ക് വിവാഹം കഴിക്കാനുള്ള പ്രായവും പക്വതയും അതിനാവശ്യമായ മഹറൊക്കെ നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾ വിവാഹത്തേക്ക് കഴിക്കണം എന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ ഏതെങ്കിലും ഹദീസിൽ കണ്ടോ തൊല്ലിഖൂ, യുവാക്കളെ നിങ്ങൾ വിവാഹം കഴിക്കും, തൊലാക്ക് ചെല്ലടോ, പിന്നെയും കെട്ട്, പിന്നെയും തലാക്ക് ചെല്ല്, ഇങ്ങനെ ഒരു ഹദീസ് ഉണ്ടോ? നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? എത്ര കാലായി നമ്മളെ മാണിക്കോത്ത് റൂസ് എടുക്കുന്നു? ഏതെങ്കിലും റൂസിൽ ഏതെങ്കിലും ഉസ്താദുമാര് പ്രസംഗിച്ചോ? തെറ്റിപ്പോയിട്ടെങ്കിലും പറഞ്ഞോ തലാക്ക് ചെല്ലൂ നിങ്ങള്? അള്ളാന്റെ അടുക്കൽ വലിയ ബഹുമാനമുള്ള അമലാണത്. ഇന്ന് വരെ നിങ്ങൾ കേട്ടോ? ഏതെങ്കിലും ഈമാനുള്ള മുഅ്മിനീങ്ങൾ കേട്ടോ? ഏതെങ്കിലും വിശ്വാസികൾ അങ്ങനെ പഠിച്ചോ? ഏതെങ്കിലും ഒരു ഹദീസ് കാണിക്കാൻ കിട്ടിയോ? ഇല്ല. പിന്നെ സ്വാഭാവികമായി മനുഷ്യന്റെ ജീവിതത്തിൽ അവൻ ഇണചേരാൻ വേണ്ടി വിവാഹത്തെ കഴിക്കുന്നു. വിവാഹം കഴിച്ചതിന്റെ ശേഷം ചിലപ്പോൾ അവരാഗ്രഹിച്ചതുപോലെ ആകുന്നില്ല. അപ്പൊ ചില ആള് പറയും, അതുകൊണ്ടാ ഞങ്ങൾ പറയുന്നത് വിവാഹത്തിന്റെ മുന്നേ ആദ്യം തന്നെ എന്ത് വേണം? ഒരു ട്രയൽ നടക്കണം, എന്നിട്ട് വിവാഹം കഴിക്കണം. എന്നാ പിന്നെ വിവാഹം കഴിഞ്ഞിട്ട് തലാക്കിയാലേണ്ടി വരൂലല്ലോ. അങ്ങനെയാണോ? വിവാഹം കഴിഞ്ഞ് 4 മക്കളായിട്ട് തൊലാക്കിയെല്ലുന്ന ആളുകളെ കണ്ടിട്ടില്ലേ നിങ്ങള്? മുസ്ലിം ആകണമെന്നില്ല, മതമില്ലാത്തവൻ ഒഴിവാക്കുന്നത് കണ്ടിട്ടില്ലേ നിങ്ങള്? 4 മക്കളുണ്ട്, എന്നിട്ട് വിവാഹമോചനം വാങ്ങിയവരെ കണ്ടിട്ടില്ലേ നിങ്ങള്? തലാഖിന്റെ പേരിൽ ഇസ്ലാമിനെ ഇല്ലാത്ത ആരോപണങ്ങൾ പറഞ്ഞ് ഇസ്ലാമിനെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ് ദീനിന്റെ വിരോധികൾ. ഒരിക്കലും ഇസ്ലാം
നിങ്ങൾ ത്വലാഖ് ചൊല്ലിയാൽ സ്വർഗത്തിൽ പോകുമെന്നല്ല പറഞ്ഞത്. അബ്ഗദുൽ ഹലാലി, ഹലാലിന്റെ കൂട്ടത്തിൽ അല്ലാഹുവിന് ഏറ്റവും വെറുപ്പുള്ള ഹലാലാണ് ത്വലാഖ്. ത്വലാഖ് എന്ന് നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും ഇസ്ലാം ത്വലാഖിനെ പ്രോത്സാഹിപ്പിച്ചിട്ടില്ല. അതേ സ്ഥാനത്ത് ഒരു നിലക്കും ഒത്തുപോകാത്ത ജീവിതം വൈവാഹിക ജീവിതത്തില് പുരുഷന് കിട്ടേണ്ട ഒന്നും അവളുടെ അടുക്കൽ നിന്ന് കിട്ടുന്നില്ല, അല്ലെങ്കിൽ ഒരു പുരുഷന്റെ അടുക്കൽ നിന്ന് കിട്ടേണ്ടതൊന്നും ആ പെണ്ണിന് കിട്ടുന്നില്ല. ഇതിന്റെ പേരിൽ അവർക്ക് ഇസ്ലാം അനുവദിച്ചു കൊടുത്ത എമർജൻസി എക്സിറ്റ് ആണ് യഥാർത്ഥത്തിൽ ത്വലാഖ് എന്ന് പറയുന്നത്. ഈ ത്വലാഖിന്റെ പേരിലാണ് പലരും ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. മറ്റു മതക്കാരൻ ത്വലാഖ് ചൊല്ലുന്നില്ലേ, അവൻ ചിലപ്പോ ത്വലാഖ് എന്ന് പേരിട്ടിട്ടില്ല, അല്ലെങ്കിൽ മുത്തലാഖ് എന്ന് പറഞ്ഞിട്ടില്ല, അവൻ അണ്ണാക്കുന്നോ പിണ്ണാക്കുന്നോ പറയുന്നു. ഇതിന്റെ പേരിൽ അവൻ ഇസ്ലാമിനെ കൊച്ചാക്കി കാണിക്കാൻ, പെണ്ണിനെ ഒഴിവാക്കാൻ വേണ്ടി അവസരം കൊടുത്ത മതാണ് ഇസ്ലാം എന്ന് പറയുകയാണ്. ഒരിക്കലും ഇസ്ലാം ത്വലാഖിനെ പ്രോത്സാഹിപ്പിച്ചിട്ടില്ല. എന്ന് മാത്രമല്ല, ഒരു വധൂവരന്മാർ വിവാഹം കഴിഞ്ഞിട്ട് സന്തുഷ്ടമായ ജീവിതത്തിന് അവർക്ക് സാധിക്കുന്നില്ലെങ്കിൽ ഭാര്യക്ക് അവന്റെ അടുക്കൽ നിന്ന് ഒഴിവാകാനുള്ള മസാലുള്ള മതമാണ് ഇസ്ലാം. അവർക്ക് ഒഴിവാകാൻ ആവശ്യമായ മസാലകളും അവനാവശ്യമായ ഫസ്ഖിന്റെ കാര്യങ്ങളെ കുറിച്ചൊക്കെയും പഠിപ്പിച്ച മതമാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാം. പുരുഷന് മാത്രമല്ല പെണ്ണിനും ആവശ്യമാണെങ്കിൽ ചെയ്യാൻ തീരുമാനങ്ങൾ എടുക്കാനുള്ള അവസരങ്ങൾ പഠിപ്പിച്ച മതാണ് ഇസ്ലാം. പക്ഷേ ഇസ്ലാമിന്റെ വിരോധികൾ, മുസ്ലിം നാമധാരികളായ ഉമ്മമാരെയും അതുപോലെ വിശ്വാസികളായ വിവരമില്ലാത്ത ഏതെങ്കിലും നാടുകളിൽ അതേ ജീവിക്കുന്ന ഏതെങ്കിലും ആളുകളെയൊക്കെയും വഞ്ചിക്കാൻ വേണ്ടി പറയുന്ന വാക്കാണ് ത്വലാഖ് എന്ന് പറയുന്ന ഒരു പദമുണ്ട് ഇസ്ലാമില്. കെട്ടിക്കോ ഒഴിവാക്കിക്കോ എന്നാണ് ഇതിന് പ്രചോദനം നൽകുന്നത് എന്ന നിലയ്ക്ക് അവര് പ്രചരണം നടത്തുകയാണ്. ഇസ്ലാം ഒരിക്കലും ത്വലാഖിനെ പ്രോത്സാഹിപ്പിച്ചിട്ടില്ല. അതേ സ്ഥാനത്ത് രണ്ട് ഭാര്യ ഭർത്താക്കന്മാര് വിവാഹം കഴിഞ്ഞ് അവർക്ക് സന്തുഷ്ടമായ കുടുംബജീവിതം കിട്ടുന്നില്ലെങ്കിൽ അവർക്ക് രക്ഷപ്പെടാനുള്ള എമർജൻസി എക്സിറ്റ് ആണ് ത്വലാഖ് എന്ന് പറയുന്നത്. അതുകൊണ്ട് നേരത്തെ വിവാഹം കഴിച്ചാലോ, വിവാഹം കഴിക്കുന്നതിന് മുമ്പ് ഒരാഴ്ച ഓളെ കൂടെ ജീവിച്ചു നോക്കാം, എന്നിട്ട് എങ്ങനെ ഉണ്ടെന്ന് നോക്കിയിട്ടാക്കിയാലോ വിവാഹം. ഞാൻ ചോദിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ അതാ ഞാൻ നേരത്തെ പറഞ്ഞത് 10 കൊല്ലം വൈവാഹിക ജീവിതത്തിൽ ഒരു കുഴപ്പവും പറയാനില്ല, ഒരു തകരാറും പറയാനില്ല. 10 കൊല്ലം കഴിഞ്ഞിട്ടതാ 3 മക്കളാണ്, 4 മക്കളാണ്. അവൻ പറയാണ് ഇനി എനിക്ക് അവളെ കൂടെ ജീവിക്കാൻ പറ്റൂല, അവള് പറയാണ് ഇനി എനിക്ക് അവന്റെ കൂടെ ജീവിക്കാൻ പറ്റൂല. അങ്ങനെയും ലോകത്ത് കാണാനില്ലേ? അതുകൊണ്ടാണ് ഇസ്ലാം ഏറ്റവും നല്ല വഴിയായി നമ്മളെ പഠിപ്പിച്ചത് വിവാഹം എന്ന് പറയുന്നത് ഒരു തമാശയാകാൻ പറ്റൂല, അതൊരു തമാശയായി കാണാൻ പറ്റുന്ന അമലാക്കാൻ കഴിയൂല. ഞാൻ ഈ കഴിഞ്ഞ ദിവസം പലയിടങ്ങളിലും പ്രസംഗിക്കുമ്പോ പറഞ്ഞിട്ടുണ്ട്, ഞാനിപ്പോൾ അതിലേക്ക് വിശദമായി കടക്കുന്നില്ല. അത് കേൾക്കുന്ന ചെറുപ്പക്കാരെ, ഒരിക്കലും വിവാഹത്തെ നമ്മൾ ഇംഗ്ലീഷുകാരന്റെ ചര്യയാക്കരുത്, ഇംഗ്ലീഷുകാരന്റെ മാതൃകയാക്കരുത്. അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്താണ്. ഫഖദ് അഹറസ ഫീ സുലുസൈ ദീനിഹി, അവന്റെ വിവാഹത്തിന്റെ കാരണം കൊണ്ട് അവന്റെ ജീവിതത്തിൽ അവന്റെ ദീനിന്റെ 1/3 ഭാഗം പൂർത്തീകരിക്കാൻ അവന് സാധിക്കുമെന്ന് പഠിപ്പിച്ച മതമാണ്